മരുണ്ടി മക്കളുടെ പേർവിളിയും കഴിഞ്ഞു. അപ്പോ പറഞ്ഞു പരമേശ്വര നല്ലച്ചേ, അല്ലയോ എന്റെ കൂടി വാകപ്പെണ്ണേ, മക്കളുടെ പേർവിളി കഴിഞ്ഞല്ലോ. ആയത് കൊണ്ടായിരിക്കുന്നു മക്കളെ നീ കൂളിക്കൊണ്ട് നാട്ടകത്തോടെ കൊണ്ടുപോകണോ. ആരോ മരുണ്ടി മക്കളെ കൂളിക്കൊണ്ട് നാട്ടകത്ത് കൊണ്ടുപോയി അണി വളർത്തണോ. മക്കൾക്കായിരിക്കുന്നു 7 മേടരാണ്ടെന്ന ഇളവയസ് പ്രായം കാലമായാല് മക്കളെ നീ ശ്രീകൈലാസത്തോടെ കൊണ്ടുവന്നാലേ അവർക്ക് വേണ്ടുന്ന വലിയ വേലകളൊക്കെ ഞാൻ കൽപ്പിച്ചു കൊടുക്കാൻ കൂടി വായേ. ആരോ മരുതി മക്കളെ പിന്നെ പെണ്ണം തട്ടാതെ കണ്ടേ, മാനാങ്കോട്ടയിലേക്ക് കുട്ടിയും ചാരിയും മടക്കി വെച്ചു. ഇടുക്കമല്ലാതെ കണ്ടേ ശ്രീകൈലാസത്തിൽ നിന്ന് കൂടിക്കുന്നു നാട്ടകം നോക്കി വഴിയാതെ വഴി പോകുന്ന നേരോ. ചെറുമാഞ്ചമ്പരത്തി കുന്നും കടന്നു കൂടെ കുന്നു നാട്ടകത്തോടെ കൂടി വാങ്ങാൻ മാനാങ്കോട്ടയിലിറക്കി വെച്ചു. ആരോ മരുണ്ടി മക്കളെ കൂടി കുന്നു നാട്ടകത്ത് കൊണ്ടുപോയി അണി വളർത്തുന്നു. ഒരു കാലത്ത് മക്കൾക്കായിരിക്കുന്നു 28 ദിവസവും കഴിഞ്ഞു, 56 ദിവസവും കഴിഞ്ഞു, 30, 90 ദിവസവും കഴിഞ്ഞു. 6ാമത്തെ മാസത്തിലെ ആരോ മരുണ്ടി മക്കൾക്ക് ചോറൂണ് കഴിപ്പിച്ചു. 1ാമത്തെ ഇളവയസ് പ്രായം കാലമാകുമ്പോ ഒറ്റടി വെച്ച് കളി തുടങ്ങി. 2ാമത്തെ ഇളവയസ് പ്രായം കാലമാകുമ്പോ ഈരടി വെച്ച് കളി തുടങ്ങി. 3ാമത്തെ ഇളവയസ് പ്രായം കാലമാകുമ്പോ ആരോ മരുണ്ടി മക്കൾക്ക് പല്ലഴകെ ചൊല്ലഴകെ വാചാലഴകുകളൊക്കെ വന്നു. അഴകേറ്റം വന്നല്ലോ. 4ാമത്തെ ഇളവയസ് പ്രായം കാലമാകുമ്പോ ആരോ മരുണ്ടി മക്കളാകുന്നു. കൂടി കുന്നു നാട്ടകത്ത് ഓടി ചാടി കളി തുടങ്ങുന്നേ. കുണ്ടലങ്ങളൊക്കെ പേർത്തടഞ്ഞു. 6 മേടരാണ്ടെന്ന ഇളവയസ് പ്രായം കാലമാകുമ്പോ ആരോ മരുണ്ടി മക്കളാകുന്നു. കൂളിക്കുന്ന് മലയിൽ കയറി ഓരോരോ പഴക്കനിയും പച്ചയും പഴുക്കയും മുണക്കയും ഒക്കെ പൊട്ടിച്ചും തിന്നും കളിച്ചും രസിച്ച് നടക്കുന്നു. ഒരു കാലത്ത് ഒക്കേലും ഒടുവിൽ പിറന്ന പൊന്നുണ്ണി വിഷ്ണുവായി നിന്ന് നുന്നു നില പറയുന്നു. അല്ലയോ എന്റെ 4 ഏട്ടന്മാരെ, നമ്മൾക്കായിരിക്കുന്നു 7 മേടരാണ്ടെന്ന ഇളവയസ് പ്രായം കാലമായില്ലേ. ആയതുകൊണ്ട് നമ്മൾക്ക് ശ്രീകൈലാസത്തോടെ ഒന്ന് വഴി പോകണോ. അച്ഛൻ കയ്യാതെ നമ്മൾക്ക് വലിയ വേല കിട്ടോ കിട്ടില്ലേ എന്ന് നോക്കണോ. ആയതുകൊണ്ട് നമ്മൾക്ക് ശ്രീകൈലാസം കൂടി ഒന്ന് വഴി പോകാനോ എന്നും പറഞ്ഞാലോ മരുണ്ടി മക്കളാകുന്നു. ശ്രീകൈലാസം നോക്കി വഴിയാലെ വഴി പോകുന്ന നേരമോ. കടന്നു മുറ്റത്തല്ലി മാർക്കാവോടെ കടന്നിട്ട് ആരോ മരുണ്ടി മക്കളായിരിക്കുന്നു. ഓരോരോ കള്ളച്ചൂളകളും ചിലമ്പടി നാടങ്ങളും മൊത്തം ശ്രീകൈലാസത്താണ് പരമേശ്വരൻ അച്ഛനും പാർവതി കേട്ടറിയുന്നു. അവരായിരിക്കുന്നു ശ്രീകൈലാസത്തിൽ ഭക്തിയമാന ഓർമ്മടി വാങ്ങിക്കലോട് നോക്കുമ്പോ മായം നിൽക്കുന്നു. ആരോ മക്കള്
സ്വരൂപിണി പാർവതി മാതാവല്ലേ ഞങ്ങളെ അണി വളർത്തുന്ന കൂടി ഓർമ്മപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞല്ലോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 7 മേളരാണ്ടെന്ന ഇളവയസ്സ് പ്രായകാലമായില്ലേ അച്ഛ ആയതേ കൊണ്ട് ഞങ്ങൾക്ക് അച്ഛൻ കയ്യാലെ വലിയും വേല കൽപ്പിച്ചു തന്നേ മതിയായുള്ളൂ പരമേശ്വരവല്ലച്ചനല്ലയോ എന്റെ മക്കളെ നിങ്ങൾക്ക് ഇന്ദ്രലോകത്ത് വേണ്ടോ മന്ത്രലോകത്ത് വേണ്ടോ ദേവലോകത്തോ അസുരലോകത്തോ മക്കളെ വലിയ മേലെ അച്ഛൻ കൽപ്പിച്ചു തന്നിടേണ്ടത് അപ്പോ പറഞ്ഞു ആരോമരുണി മക്കള് അച്ഛാ ഞങ്ങൾക്കായിരിക്കുന്നു ഇന്ദ്രലോകത്തും വേണ്ട മന്ത്രലോകത്തും വേണ്ട ദേവലോകത്തും അസുരലോകത്തും ഞങ്ങൾക്ക് വലിയ മേലെ അച്ഛൻ കൽപ്പിച്ചു തന്നിടേണ്ട ഞങ്ങൾക്കായിരിക്കുന്നു ഭൂമി ലോകത്ത് ഞങ്ങൾക്ക് വലിയ മേലെ കൽപ്പിച്ചു തന്നേ മതിയായുള്ളൂ പരമേശ്വരമല്ലച്ഛനാകുന്നു ഓരോരോ ആരോമനുണ്ണി മക്കൾക്ക് ഓരോരോ വലിയ വേലകളൊക്കെ കൽപ്പിച്ചു കൊടുക്കുന്നു മേപ്പുള്ളിയില്ലത്തേക്കും കീപ്പുള്ളിയില്ലത്തേക്കും മകിലാണ്ടത്തേക്കും കാട്ടുമാടത്തിങ്കിലേക്കും മെളുവള്ളിലേക്കും പന്തല്ലൂരിക്കും ഓരോരോ ആരോമനുണ്ണി മക്കൾക്ക് ഓരോരോ വലിയ വേലകളൊക്കെ കൽപ്പിച്ചു കൊടുത്തു അവർക്ക് വേണ്ടുന്നില്ല ഏർവാഹനങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുത്തു ഒരു നേരത്ത് അവരായിരിക്കുന്നു പരമേശ്വര നല്ലച്ഛനോടും അമ്മ പാർവതി മാതാവിനോടും മണിയുടെ യാത്രയും കൈവഴങ്ങി ശ്രീ കൈലാസത്ത് നിന്ന് വഴിയാന വഴി മറയുന്ന നേരം വഴി മറയുന്നത് കണ്ടോ ഒരു നേരത്ത് ഒക്കേലും ഒടുവിൽ പിറന്ന പൊന്നുണ്ണി വിഷ്ണുമായി നിന്ന് നുനു പറയുന്നു അല്ലയോ എന്റെ പരമേശ്വരമല്ലച്ച എന്നെ കൂടി ജനിച്ച ചേട്ടന്മാർക്ക് അച്ഛൻ വലിയ വേലകളൊക്കെ കൽപ്പിച്ചു കൊടുത്തല്ലോ അച്ഛ ഇത്ര നേരമായിട്ടും അച്ഛൻ എനിക്ക് വലിയ വേലകളൊന്നും കൽപ്പിച്ചു തന്നിട്ടില്ലല്ലോ എന്നതിന് കേട്ടൊരു നേരത്തെ അപ്പോ പറഞ്ഞു പരമേശ്വരമല്ലച്ഛൻ അല്ലയോ എന്റെ മകനെ എന്നാലും നീ പുഞ്ചനെല്ലൂര് പട്ടേരി തമ്പുരാന്റെ മേലില്ലത്തോടെ മോനെ നീ ഇന്ന് വഴി പോയിക്കടാ 10,000 പറയ്ക്ക് വെത്ത് വിറയ്ക്കുന്ന പുഞ്ചയും പുഞ്ചാവയരി പാടം ഉണങ്ങിക്കരിഞ്ഞ് കട്ടമിട്ട് മോനെ കടവാടി കിടപ്പാണടാ ആയത് നീ പോയി ദേവി തെളിയിച്ച് കൊടുത്തു എന്ന് വന്നാലേ നാരായണി തങ്ങപ്പിള്ള പെണ്ണ് വലത് കയ്യാലേ 5 നടക്കലയിൽ ഊണൂട്ട് പൂജ കിട്ടുവാനും കുറ്റം കുറവില്ലടാ കുന്നത്തു വാടി കണ്ടാൻ ചാട്ടിയാരുടെ കുടിമണ്ണ മോനെ നിനക്ക് അളകാനടാ അകനാഴിയിൽ നിന്നെ കുടി വെച്ച് പൂജിക്കുവാനും കുറ്റം കുറവില്ലട മകനേ അപ്പോ പറഞ്ഞു പൊന്നുണ്ണി വിഷ്ണുവായ അച്ഛാ ഞാനായിരിക്കുന്നു പുഞ്ച് നെല്ലൂര് പട്ടേരി തമ്പുരാന്റെ മേലില്ലത്തോടെ ഞാൻ ഇന്ന് വഴി പോകണമെന്ന് വന്നാലേ കാൽനട നടന്നുകൂടാ അച്ഛാ എനിക്ക് വേണ്ടുന്നിനാ ഏർവാഹനം കൂടി അച്ഛൻ എനിക്ക് തന്നേ മതിയായുള്ളൂ പരമേശ്വരമല്ലച്ച മോനെ നിനക്ക് ആനയോ വേണ്ടത് കുതിരയോ വേണ്ടത് അന്നമയിൽ പിടയെണ്ണത്താനോ ഒട്ടകോ സിംഹമോ മാനോ മറിമാന മോനെ നിനക്ക് ഏർവാഹനമായി അച്ഛൻ തന്നെ വേണ്ടത് അപ്പോ പറഞ്ഞു പൊന്നുണ്ണി വിഷ്ണുമായ അച്ഛാ എനിക്കായിരിക്കുന്നു ആനയും വേണ്ട കുതിരയും വേണ്ട അന്നമയിൽ വിടയെണ്ണത്താനും ഒട്ടകം സിംഹം മാനും മറിമാനും അച്ഛാ എനിക്ക് ഏർവാഹനമല്ലല്ലോ എനിക്കായിരിക്കുന്നു അഴകും ചിലം ചേർച്ചയുള്ളൊരു വട്ടക്കൊമ്പനെന്നും മോലക്കൊമ്പനെന്നും ചോരക്കണ്ണനെന്നും മുണ്ടൻ മുറിവാലനെന്നും
കാലിൽ കുറുകിയ ആര്യൻ ചെറുപോത്തിനെ അച്ഛ ഇരിക്കുകയായി തന്നെ മതിയായുള്ളൂ. മോനെ പോത്തുകളൊക്കെ മകനെ മേച്ച് പുറം പോയടാ. ഇതൊന്നും പറഞ്ഞാല് അഴകും ചിലം ചേർച്ചയല്ലോ അച്ഛ ഇരിക്കായിരിക്കുന്നു. ആര്യം ചെറുപോത്തിനെ തന്നില്ല എന്ന് വന്നാല് പുഞ്ചനെല്ലൂര് വട്ടേരി തമ്പുരാന്റെ മേലില്ലത്തേക്ക് ഞാൻ ഇന്ന് വഴി പോകില്ലച്ചോ. പരമേശ്വരനല്ലച്ച മോനെ, എന്നാലോ നിനക്കൊരു മായാഭൂതിനെ അച്ഛൻ തോറ്റ് തരികയാടാ എന്നും പറഞ്ഞിട്ട് കാളിമാനെന്ന കരിങ്കല്ല് എടുത്തു ഇടം കയ്യിൽ വെച്ചു, വലം കൈകൊണ്ട് പുതച്ചു, വെച്ചത് ഭൂമി അടച്ചത് ആകാശം എന്നും ചൊല്ലി ഒരു മണിമന്ത്രം ജപിച്ചൂതി, പ്രാണപ്രതിഷ്ഠ മന്ത്രം ചൊല്ലി പ്രാണനെ നടത്തി, ജീവപ്രതിഷ്ഠ മന്ത്രം ചൊല്ലി ജീവനെ നടത്തി. പ്രാണനും പ്രാണാത്മാവും ജീവനും ജീവാത്മാവും ഒന്നുപോലെ ഒരുപോലെ ഒരു കഴിച്ചു. പത്തേമാനെന്ന പോർപ്പടിക്കൽ കൊണ്ടു ഏർ കൊടുക്കുന്നു ഒരു നേരത്ത്. ഒന്നല്ലോ ആര്യൻ ചെറുപോത്ത് ഒഴുകിരിഞ്ഞു നിലവ് കണ്ടല്ലോ. മോനെ, നിനക്കൊരു മായാബോധനെ അച്ഛൻ തോറ്റ് നിർത്തിയിട്ടുണ്ടടാ. കൊണ്ടുപോകാമെങ്കിൽ മോനെ നീ എന്ന് കൊണ്ടുപോയാലും എന്നതിനെ കേട്ടോ ഒരു നേരത്ത് കൊണ്ടുണ്ണി വിഷ്ണുമായ പൗഷവായിലെ പുഞ്ചിരി തോക്കിക്കൊണ്ട് ആര്യൻ ചെറുപോത്തിന്റെ വലത് ഭാഗം ചെന്ന് തട്ടിമാടി ചൊറിഞ്ഞ് പോത്തിന് വിളിക്കുന്ന ഒരു നേരത്ത് വലകൊമ്പും കൊലിക്ക് വെട്ടുവാനും കുത്തുവാനും ചെല്ലുന്നു. നെറ്റിക്ക് നേരിട്ട് അടുത്ത് ചെന്ന് സ്വാമി പോത്തിനെ ചൊറിഞ്ഞങ്ങട്ട് വിളിക്കുന്നു ഒരു നേരത്ത്. നടന്നാലും കുത്തി വെട്ടുവാനും കുത്തുവാനും ചെല്ലുമ്പോ അപ്പോ പറഞ്ഞു പോന്നുണ്ട് വിഷ്ണുമായ, അല്ലയോ എന്റെ ആര്യൻ ചെറുപോത്തെ, ശ്രീ കൈലാസത്തെ ശ്രീ മഹാദേവൻ തിരുവടി നല്ലച്ഛൻ നിന്നെ എനിക്ക് ഏർവാഹനമായി കൽപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നതിന് കേട്ടോ ഒരു നേരത്ത് ആര്യൻ ചെറുപോത്തായിരിക്കുന്നു. വിഷ്ണുവായ സ്വാമിയുടെ തൃക്കാക്കൽ വന്ന് ശരമു വന്ന് നിലവ് കണ്ടല്ലോ. ആര്യൻ ചെറുപോത്തിന്റെ പുറം കയറി ഇറങ്ങിയിരുന്നു. അച്ഛൻ മഹാദേവൻ തിരുവടി നല്ലച്ഛന്റെ തിരുമുമ്പാകെ ചെന്നു. പോത്തിന്റെ പുറത്ത് നിന്ന് കീഴിറങ്ങി അച്ഛൻ മഹാദേവൻ തിരുവടി നല്ലച്ഛനോട് പട പറയുന്നു, അച്ഛാ എനിക്കായിരിക്കുന്നു ആര്യൻ ചെറുപോത്തിന് വന്നത് എത്രയ്ക്ക് മഴകും ചിലം ചേർച്ചയായല്ലോ അച്ഛാ. ഇനി എനിക്കായിരിക്കുന്നു കയ്യിന് 1000 കോടി അച്ഛൻ എനിക്ക് തന്നേ മതിയായുള്ളൂ. ഒരു നേരത്തെ പാർവതി മാതാവായിരിക്കുന്നു പൊന്നുണ്ണി വിഷ്ണുവായിട്ട് ഇരുവയിലറിയാമടി മുച്ചാമടി കാഞ്ഞറ കുറുവടി ചില മുള്ളവടി ചില മില്ലാത്ത വടികളൊക്കെ തോറ്റു കൊടുത്തു. പോത്തിനെ തല്ലി തേർത്തലിക്കുവാനായി പോത്താങ്കോലും തോറ്റു കൊടുത്തിട്ട് പറയുന്നു, മോനെ നീയായിരിക്കുന്നു ഭൂമി ലോകത്തോടെയൊന്ന് കീഴറങ്ങി ചെല്ലണം. അവിടെ ഒരു ബൃങ്കാസുരൻ എന്ന ഒരു അസുരൻ ഉണ്ടല്ലോ. ആ അസുരനെ നീ വധിച്ചു ഭൂമി ലോകത്തുള്ള ചെറുകുടി മനുഷ്യരുടെ അല്ലലെ ആപത്തുകളൊക്കെ നീ തീർന്നു കൊടുത്തു എന്ന് വന്നാലേ ചെറുകുടി മനുഷ്യന് നിന്നെ അകനാഴിയിൽ വെച്ച് കുടിവെച്ച് പൂജിക്കുവാനും കുറ്റം കുറവില്ലടവാനേ. പരമേശ്വരനല്ലച്ച മോനെ, നീയായിരിക്കുന്നു എന്ന് നീ ശ്രീകൈലാസത്ത് നിന്ന് വഴി പോയാലേ
എന്നാണ് മകന് നീ ശ്രീകൈലാസത്തേക്ക് തിരിച്ചു വരിക? അപ്പോ പറഞ്ഞു പൊന്നുണ്ണി വിഷുവായ അച്ഛാ ഞാനായിരിക്കുന്നു ഇന്ന് ഞാൻ പോയി കുഞ്ചാമയില് പാടം തേക്കും തിരി കഴിഞ്ഞാല് അടുത്ത പെറ്റന്നാള് ഞാൻ വന്നിരിക്കേണ്ട അച്ഛാ ആയതല്ല അടുത്ത പെറ്റന്നാള് തേക്കും തിരികളും കഴിഞ്ഞുള്ളൂ എന്ന് വന്നാലേ ഇന്നൊക്കെടുത്ത ഈ 7 ദിവസം ഞാൻ വന്നിരിക്കേണ്ട അച്ഛാ പട്ടേര് തമ്പുരാന്റെ മേലില്ല തന്റെ ഊണെന്ന് വന്നാല് ഏഴേമാനെന്ന കാണ്ടിന്റെ അവസിലെന്റെ ഉറക്കവുമാണ് അച്ഛാ ഇനി അച്ഛൻ കൽപ്പിച്ച കൽപ്പന വീഴ്ത്താതെ കണ്ട് കുഞ്ചനെല്ലൂര് പട്ടേര് തമ്പുരാന്റെ മേലില്ലത്തോടെ ഞാനിന്ന് വഴി പോയിട്ട് കുഞ്ചാവയലിപ്പാടം തേക്കും തിരികളും കഴിഞ്ഞിട്ട് വരികട്ടെ അച്ഛാ എന്നും പറഞ്ഞ് ആര്യൻ ചെറുപോത്തിന്റെ പുറം കയറി ഇറങ്ങിയിരുന്നു വനമുമ്പത്ത് വണ്ണക്കാലും ഇടമുമ്പത്ത് ഇടക്കാലും കാലും വടക്കാലും കയറ്റി വെച്ചു കാമരാതെ കുഴലൂതി കണ്ണാലി പാട്ടും പാടി അച്ഛൻ മഹാദേവൻ തിരുവടി നല്ലച്ഛനോട് യാത്രയില്ലേ ശ്രീകൈലാസത്ത് നിന്ന് വഴിയാല വഴി പോരുന്ന നേരമോ കടന്നു വഴി പോകുന്നു ഇന്ദ്രാലോകം മന്ത്രാലോകം പാണ്ഡ്യമണ്ഡലം പരരാജം കടന്നു ഭൂമി ലോകത്ത് വന്ന് കീഴറങ്ങി വഴി പോകുമ്പോ പൊന്നുണ്ണി വിഷമായ മാട്ടുമ്മ ശാസ്താവിന്റെ തിരുനടയോടെ നിന്നു മാട്ടുമ്മ ശാസ്താവിനെ കൈ രണ്ടും കൂപ്പി വന്ദന കഴിഞ്ഞു തിരുനടക്കാവിൽ നിന്ന് ഒരു പിടി വെള്ളരി വാരി വെള്ളി മാമുലപ്പുറം നോക്കി ഒന്ന് ജപിച്ചെറിയുന്നു ഒരു നേരത്ത് വെള്ളി മാമുലപ്പുറത്ത് നിന്നാകുന്നു പുള്ളിമാൻ വള്ളിമാൻ മരുമാൻ കൂട്ടമാകുന്നു മലയിറങ്ങി വരുന്നത് കണ്ടോ ഒരു നേരത്ത് പൊന്നുണ്ണി വിഷമായ പുള്ളിമാന്റെ കൂട്ടത്തിലേക്ക് എടുത്ത് ചാടി അഴകുള്ള ഒരു പുള്ളിമാനെ പിടിച്ചു തോളൊക്കെ വെച്ച് തുള്ളലും കളിവിളയാട്ടങ്ങളൊക്കെ കളിച്ചിട്ട് ഒന്നല്ല പുള്ളിമാനെ പോത്തിനെ തുണയാക്കി കൂട്ടി പോത്തിനെ തല്ലി തേർന്നിടിച്ചു വഴിയാനെ വഴി പോകുന്ന നേരമോ കുഞ്ചനെല്ലൂര് പട്ടേരി തമ്പുരാന്റെ മേലില്ലാത്തോടെ ചെന്നു പോത്തിന്റെ പുറത്ത് നിന്ന് കീഴറങ്ങി പോത്തിനെ കൊണ്ട് തുറുങ്കാലമ്മ കൊണ്ട് പിടിച്ചു കെട്ടി പുറന്തളത്തിൽ നിന്ന് അകന്തളത്തിലേക്ക് ഒന്ന് മറഞ്ഞു നോക്കുന്നു ഒരു നേരത്ത് പട്ടേരി തമ്പുരാനെ അവിടെയൊട്ടും എവിടെയൊന്നും നന്മാനില്ല അപ്പോ നിനന്ത് പൊന്നുണ്ണി വിഷുമായ ഞാനിവിടെ വന്നത് പട്ടേരി തമ്പുരാൻ അറിഞ്ഞതുമില്ലല്ലോ വിളിച്ചു വളർത്തിയാലോ എന്റെ ശക്തി ബുദ്ധി പട്ടേരി അറിയില്ല വിളിക്കാതെ കണ്ട് പട്ടേരി തമ്പുരാനെ അറിയിച്ച മതിയായുള്ളൂ വെട്ടുപാറ പൊളിച്ചു കുത്തുകവണ കെട്ടി കുത്തുകവണയിലായിരിക്കുന്നു കല്ലുകളിൽ വെച്ച് മേലില്ലത്തേക്ക് ഒന്ന് ജപിച്ചെറിയുന്ന ഒരു നേരത്ത് പട്ടേര് കിടക്കുന്ന പഞ്ഞിന് മേർന്ന തേമൽ വെട്ടുപാറ വന്ന് വീണു ഒരു നേരത്ത് പട്ടേര് തമ്പുരാനാകുന്നു കേട്ട് എഴുക്കനെയൊന്ന് കേട്ട് എഴുന്നേറ്റു ഒരു നേരത്ത് പട്ടേര് തമ്പുരാനായിരിക്കുന്നു ഞെട്ടി എഴുന്നേറ്റു പത്തേമാണെന്ന മോർപ്പടി വാദത്തിലൂടെ വന്ന് നോക്കുമ്പോ മായം മറിമായത്താൽ അവരിത് നിൽക്കുന്നു പൊന്നുണ്ണി വിഷ്ണുവായി